ഡിസംബർ 3 നടക്കുന്ന നാവികസേനാ ദിനത്തിന്റെ ഭാഗമായി തിരുവനന്തപുരത്ത് നാവികസേനാ പ്രകടനത്തിന്റെ റിഹേഴ്സൽ പുരോഗമിക്കുകയാണ്. വിജയൻ വായന്തോട് തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. വിജയൻ, ഈ റിഹേഴ്സൽ ഇതെങ്ങനെ പുരോഗമിക്കുന്നു? വിവരങ്ങൾ. അമൃത, നാവികസേനയുടെ കരുത്ത് തെളിയിക്കുന്ന നിലയിലുള്ള പ്രകടനങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. 3-ാം തീയതി നടക്കുന്ന നാവികസേന ദിനാചരണത്തിന്റെ ഭാഗമായി അതിന്റെ റിഹേഴ്സലായാണ് നിലവിൽ ഈ പരിപാടികൾ സംഘടിപ്പിക്കുന്നത്. വിവിധ യുദ്ധ കപ്പലുകൾ ഉൾപ്പെടെ ഈ ശംഖുമുഖം കടപ്പുറത്ത് എത്തിയാണ് ഇതിന്റെ റിഹേഴ്സൽ പരിപാടികൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒപ്പം തന്നെ കലാപരിപാടികളും ഇതിനു മുമ്പ് അണിനിരന്നു. കേരളത്തിന്റെ സാംസ്കാരിക പൈതൃകം വിളിച്ചോന്ന നിലയിലുള്ള കലാ പ്രകടനങ്ങളാണ് ഉണ്ടാവുക. 3-ാം തീയതി രാഷ്ട്രപതി ദ്രൗപദി മുർമുവാണ് ഈ നാവികസേനാ ദിനാചരണം ഉദ്ഘാടനം ചെയ്യുന്നത്. ദ്രൗപദി മുർമുവിന് മുമ്പിൽ ഈ നാവികസേനയുടെ ഇത്തരം പ്രകടനങ്ങൾ 3-ാം തീയതിയും വീണ്ടും ആവർത്തിക്കും. 1-ാം തീയതി ഒരിക്കൽ കൂടി ഇത്തരത്തിൽ റിഹേഴ്സൽ ഉണ്ടാകും. ആ റിഹേഴ്സലിന് ശേഷമായിരിക്കും 3-ാം തീയതി നാവിക ദിനത്തിന്റെ ഭാഗമായിട്ടുള്ള നാവികസേനയുടെ കരുത്തറിയിക്കുന്ന നിലയിലുള്ള എല്ലാ തരത്തിലുള്ള കപ്പലുകളും ഒപ്പം തന്നെ മറ്റ് യുദ്ധവിമാനങ്ങളും ഒപ്പം എല്ലാം അണിനിരത്തിക്കൊണ്ടുള്ള പ്രകടനം ഈ ശംഖുമുഖം കടപ്പുറത്ത് നടക്കുക. ആദ്യമായാണ് കേരളത്തിൽ ഇങ്ങനെ നാവികസേനാ ദിനാചരണത്തിന്റെ ഭാഗമായി ഒരു പരിപാടി നടക്കുന്നത്. നേരത്തെ സാധാരണഗതിയിൽ നാവികസേന ആസ്ഥാനത്ത് നടക്കുന്ന പരിപാടിയാണ് കഴിഞ്ഞ 3 തവണയായി അതിന് പുറത്തേക്ക് എത്തിക്കുന്നത്. ഇന്ത്യൻ സൈന്യത്തെ സംബന്ധിച്ചിടത്തോളം ഈ പരിപാടി ഏറ്റവും പ്രധാനമായും തന്ത്രപ്രധാനമായ ഒരു പരിപാടിയായി തന്നെയാണ് വിശേഷിപ്പിക്കപ്പെടുന്നത്. കാരണം ഈ സൗത്ത് ഭാഗത്ത്, ഇന്ത്യയുടെ ദക്ഷിണ ഭാഗത്ത് നടക്കുന്ന ആദ്യ പരിപാടി എന്നുള്ള പ്രത്യേകത കൂടി നിലവിൽ ഈ നാവികസേന ദിനാചരണത്തിനുണ്ട്.